നായർ മേധാവിത്വത്തിന്റെ പതനമെന്ന വിഖ്യാത ഗ്രന്ഥം എഴുതിയ റോബിൻ ജെഫ്രി ശങ്കരാടി അഭിനയിച്ച സിനിമകൾ കണ്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തെക്കുറിച്ച് തന്റെ പുസ്തകത്തിൽ എഴുതിയാനേ. കേരള സമൂഹത്തിൽ വേഗത്തിൽ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന തറവാടുകളിലെ കേന്ദ്ര കഥാപാത്രമായ കാർണവർ, മക്കളെ ശാസിക്കുന്ന കരുത്തനായ അച്ഛൻ, മരുമക്കളെ നിലയ്ക്ക് നിർത്തുന്ന ഒരു പ്രമാണിയായ അമ്മാവൻ എന്നിങ്ങനെയുള്ള റോളുകൾ ചിത്രത്തിൽ അനശ്വരമാക്കിയ നടനാണ് ചെറായിക്കാരൻ ശങ്കരാടി. മലയാള സിനിമയുടെ പൂമുഖപ്പടിയിൽ ചാരുകസേരയിലിരുന്ന് താത്വികാവലോകനം നടത്തി നാട്യങ്ങളില്ലാത്ത അഭിനയ മികവിൽ നിറഞ്ഞു നിന്ന ശങ്കരാടിയെ മറക്കാൻ മലയാളികൾക്ക് കഴിയില്ല. 2021 ഒക്ടോബർ 8 മലയാള സിനിമയെ അക്ഷരാർത്ഥത്തിൽ അനാഥമാക്കി ശങ്കരാടി മറ്റൊരു ലോകത്തേക്ക് വിടവാങ്ങിയിട്ട് ഇന്നേക്ക് 23 വർഷമായി. നാട്യങ്ങളില്ലാത്ത നടന വിസ്മയമായിരുന്നു ശങ്കരാടി എന്ന് കാലം തെളിയിച്ചു. മുൻകാലങ്ങളിൽ കലാ സാംസ്കാരിക രംഗത്ത് നിറസാന്നിധ്യമായിരുന്ന അദ്ദേഹം KPCCയിലും കാളിദാസ കലാകേന്ദ്രത്തിനും മുഴുനീള നാടക നടനായി അദ്ദേഹം പേരുകേട്ടു. PJ ആന്റണിയുടെ അഭിനയ സ്കൂളിൽ നിന്നുമാണ് ശങ്കരാടി ബിരുദമെടുത്തത്. പിന്നീട് സിനിമയിലേക്ക് ചേക്കേറി. കാലപ്പകർപ്പില്ലാത്ത അഭിനയം കാഴ്ചവെച്ചുകൊണ്ട് പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് ചേക്കേറിയ അദ്ദേഹം 40 വർഷത്തിലേറെ ഹാസ്യ നടനായും സ്വഭാവ നടനായും കാര്യഗൗരവക്കാരനായും കർക്കശക്കാരനുമായ തറവാട്ടുകാരനവരായും മലയാള സിനിമയിൽ അരങ്ങുവാണു. ശങ്കരടിയിൽ എന്ന തന്റെ മാതാവിന്റെ തറവാട്ട് നാമത്തിലാണ് ശങ്കരാടി എന്ന വെള്ളിത്തിരനാമം അദ്ദേഹം സ്വീകരിച്ചത്. ഒരു വർഷം കൊണ്ട് തന്നെ വിരസതയില്ലാത്ത 40-ലേറെ ചിത്രങ്ങൾ മലയാളികൾക്ക് നൽകാൻ ഈ മഹാനടന് സാധിച്ചു. 4 പതിറ്റാണ്ടിലേറെ മലയാള സിനിമയിൽ അരങ്ങുവാണ ശങ്കരാടിയുടെ വേർപാട് ഇതുവരെ നികത്താനായിട്ടില്ലെന്ന് പുതുതലമുറ പോലും അംഗീകരിക്കുന്നു. സ്വാതന്ത്ര്യ സമരകാലത്ത് ജയിൽവാസം അനുഭവിച്ചത് ഉൾപ്പെടെയുള്ള സമര തീക്ഷ്ണമായിരുന്ന ഒരു പഴയകാലം കൂടി ശങ്കരാടിക്കുണ്ടായിരുന്നു. എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്ന് ഇന്റർമീഡിയറ്റ് പാസ്സായ ശങ്കരാടി പിന്നീട് രാഷ്ട്രീയം, പത്രപ്രവർത്തനം, നാടകം എന്നിവയിൽ സജീവമായിരുന്നു. 1963 ഉദയുടെ കുഞ്ചാക്കോ സംവിധാനം ചെയ്ത കടലമ്മയിലാണ് ശങ്കരാടി ഹരിശ്രീ കുറിച്ചത്. ആ പ്രയാണം 4 പതിറ്റാണ്ടോളം തുടർന്നു. 1998 പുറത്തിറങ്ങിയ ഫാസിൽ സംവിധാനം ചെയ്ത ഹരികൃഷ്ണൻസ് ആയിരുന്നു ശങ്കരാടിയുടെ അവസാന ചിത്രം. തന്റെ അഭിനയ കാലഘട്ടങ്ങളിൽ വേണ്ട വിധത്തിലുള്ള അംഗീകാരങ്ങളൊന്നും തനിക്ക് ലഭിച്ചിട്ടില്ലെന്ന് ശങ്കരാടി പലപ്പോഴായി സൂചനകൾ നൽകിയിട്ടുണ്ട്. എന്നാൽ ഔദ്യോഗികമായ അംഗീകാരത്തെക്കാൾ ഉപരി തന്റെ കലാജീവിതം കൊണ്ട് തനിക്ക് കിട്ടിയ അളവറ്റ സ്നേഹവും സൗഹൃദവുമാണെന്ന് ശങ്കരാടി ഒരിക്കൽ അഭിപ്രായപ്പെടുകയുണ്ടായി. 700-ലധികം സിനിമകളിൽ അസാധ്യമായ അഭിനയ മുഹൂർത്തങ്ങൾ കാഴ്ചവെക്കാൻ ശങ്കരാടിക്ക് സാധിച്ചു. 1960-70 കാലങ്ങളിൽ അടൂർ ഭാസി, ബഹദൂർ എന്നിവരോടൊപ്പം ഹാസ്യനടൻ എന്ന നിലയിൽ മലയാള ചലച്ചിത്ര രംഗത്ത് തന്റേതായ സ്ഥാനം നേടിയെടുത്തു. പിന്നീട് പതിയെ സ്വഭാവ വേഷങ്ങളിലേക്കും ചേക്കേറി. കൂടാതെ 300-ലധികം ചിത്രങ്ങളിലാണ് ശങ്കരാടി അഭിനയിച്ചത്. 27-ാം വയസ്സിൽ സത്യന്റെ അച്ഛനായി അഭിനയിക്കാനും ശങ്കരാടി യാതൊരുവിധ മടിയും കാട്ടിയില്ല. 1970-ലും 71-ലും മികച്ച 2ാമത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ശങ്കരാടിയെ തേടിയെത്തിയിരുന്നു. ഹദർ ഷർട്ടും ധരിച്ച് ചുണ്ടിലൊരു മുറിവീടിയുമായി മലയാള സിനിമയിലെ കാരണവരായി ലൊക്കേഷനിൽ വരുന്ന നാട്ടിൻപുറത്തുകാരനായ ശങ്കരാടിക്ക് ഒരു സ്വാതന്ത്ര്യം മലയാള സിനിമയിൽ എക്കാലത്തും നൽകിയിരുന്നു. ഗുരുവായൂർ അമ്പലനടയിൽ വെച്ച് 40-കാരിയായ ശാരദയുടെ കഴുത്തിൽ മിന്നു ചാർത്തുമ്പോൾ അദ്ദേഹത്തിന് വയസ്സ് 50 പിന്നിട്ടിരുന്നു. 2021 ഒക്ടോബർ 8 ചെറായിലെ തന്റെ വസതിയിൽ വെച്ച് ശങ്കരാടി അന്തരിച്ചു. രാവുണ്ണി നായർ, സന്ദേശത്തിലെ കുമാരപിള്ള സാർ, നാടോടിക്കാറ്റിലെ പണിക്കരമ്മവൻ തുടങ്ങിയ നിരവധി ജീവൻ തുടിക്കുന്ന കഥാപാത്രങ്ങളെ മലയാളിക്ക് സമ്മാനിച്ച ശങ്കരാടിയെ പുതുതലമുറയും നെഞ്ചിലേറ്റുന്നു.